Hi, welcome back to Ejipod and welcome back to another English lesson. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുണ്ട്. എനിക്കറിയാം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനിൽ നിങ്ങൾ എൻട്രൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഒരു വേവലാതി ഉണ്ടായിരിക്കില്ലേ. നിങ്ങളുടെ ഉദ്ദേശം മക്കളെ അത് നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, CUT ആയിക്കോട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാമാണ് എജ്യൂപോർട്ട് ഇത്തവണ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം എങ്ങനെയാണ് സാറേ ഈ ഒരു ഇത്രയും വലിയൊരു എൻട്രൻസിനെ ടാക്കിൾ ചെയ്യുന്നുള്ളൊരു ന്യായമായ ഒരു ചോദ്യം ഉണ്ടാവും. അതിന്റെ ഉത്തരം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് 70ഓളം നഗരങ്ങളിൽ, കേരളത്തിലെ 70ഓളം നഗരങ്ങളിലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീക്ക്ലി ബേസിസ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ എക്സാം കൂടെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, താഴെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണോ? ഇവിടെ ഓക്കെ, ഇവിടെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചാൽ മതി, എല്ലാ സംശയങ്ങളും അവിടെ നിങ്ങൾക്ക് തീർത്തു തരുന്നതായിരിക്കും. സോ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അത് എത്രത്തോളം ആണെന്ന് പറഞ്ഞാൽ മതിയല്ല. കാരണം ഏറ്റവും കിട്ടുന്ന ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. വളരെ വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ കാര്യപരിപാടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യപരിപാടി നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ അടുപ്പിച്ചായിരിക്കും കാണുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ കാര്യപരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പോകുന്നത് ഒന്നല്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. കോഹീസീവ് ഡിവൈസ് മാത്രമല്ല നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പലപ്പോഴും ചോദിച്ച് കാണാറുള്ള, ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു സാധനമാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇഫ് ക്ലോസ് 2 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനി ചോദിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഗ്രാമർ ഡിസ്കഷനിൽ ഞാൻ ഇഫ് ക്ലോസ് കൂടെ യൂസ് ചെയ്യാനുള്ള കാരണം. സജഷൻ കൊടുക്കൂ എന്നുള്ള രീതിയിലായിരിക്കും ഇഫ് ക്ലോസ് ചോദിക്കുക. പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കൊഹീസീവ് ഡിവൈസുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കൊഹീസീവ് ഡിവൈസ്? കൊഹീസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്, നമ്മളൊരു സെന്റൻസിൽ 2 ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ആ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ്, കണക്റ്റീവ്സ് ആൻഡ് പ്രോനൗൺസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊഹീസീവ് ഡിവൈസ്. കൊഹീഷൻ എന്ന് വെച്ചാലേ ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. 2 സാധനങ്ങളെ ഒട്ടിപ്പിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള എല്ലാ കൊഹീസീവ് ഡിവൈസ് ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ട് ഞാൻ അതിനൊരു 7 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ആ വേർഡ്സിനെ ഞാനൊരു 7 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബേസിസിൽ തന്നെ പഠിച്ചു നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റീസൺ ആണ്. കാരണം വെച്ചുകൊണ്ട് നമ്മൾ ഒരു സെന്റൻസിന്റെ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്യണം. അവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നമുക്ക് ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. ഇവിടെ എ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ബി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ എയുടെ കാരണമാണ് എന്ത്? ബി എന്ന് പറയുന്നത്. എ നടക്കാനുള്ള കാരണമാണ് ബി എന്ന് പറയുന്നത്. അവൻ നല്ല സ്ട്രോങ് ആണ്. അതിന്റെ കാരണം എന്താ? ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവന്റെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവൻ ഹെൽത്തി ആയത്. ഇവിടെ കാരണം പറയാൻ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യാം, ഡ്യൂ ടു യൂസ് ചെയ്യാം, സിൻസ് യൂസ് ചെയ്യാം, ആസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, സെയിം അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും വേർഡ്സ് നമുക്ക് അവിടെ ഒരു കൊഹീസീവ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്. എ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് നടന്നത് കാരണം ബി എന്നൊരു സംഭവം കൂടെ നടന്നു. ഇങ്ങനെ നമ്മളൊരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോ യൂസ് ചെയ്യാം, ആസ് എ റിസൾട്ട് യൂസ് ചെയ്യാം, therefore യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയോ? ഷി forgot her umbrella and therefore got wet in the rain. എ എന്ന് പറഞ്ഞ കാര്യം നടന്നു, അതിന്റെ ഫലമായിട്ട്, അതിന്റെ റിസൾട്ട് കാരണം ബി എന്ന് പറഞ്ഞ കാര്യം നടന്നു. അപ്പൊ therefore പകരം നമുക്ക് വേണമെങ്കിൽ സോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് യൂസ് ചെയ്യാം. ഷി forgot her umbrella, therefore got wet in the rain എന്ന് നമുക്ക് പറയാവുന്നതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് ചെയ്യുന്നത് ബിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബി എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് എ ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇൻ ഓർഡർ ടു യൂസ് ചെയ്യാം, സോ ദാറ്റ് യൂസ് ചെയ്യാം. ഐ വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അത് മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ്. നാലാമത്തെ ഒരു കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാസ്റ്റ് കാണിക്കാൻ, വ്യത്യാസം കാണിക്കാൻ, അല്ലെങ്കിൽ ഡിഫറൻസ് കാണിക്കാൻ. അവിടെ നമുക്ക് ഈവൻ തോ യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം, ഹൗ എവർ യൂസ് ചെയ്യാം, യെറ്റ് യൂസ് ചെയ്യാം, ഓൾത്തോ യൂസ് ചെയ്യാം, സ്റ്റിൽ യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാവുന്നത്. ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ നമുക്ക് അവിടെ ഒരു കൊഹീസീവ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കിയോ? ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ TV. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അവിടെ കണ്ടോ ഒരു ഡിഫറൻസ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എ പറഞ്ഞു, എയിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു സാധനമാണ് ബി. ആ ഒരു ഡിഫറൻസ് കാണിക്കാനാണ്, ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ TV. ടിവിയിൽ കാണാൻ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കാണിക്കാൻ
കാണിക്കാനാണ് നമ്മൾ ഇത്രയും വേർഡ്സ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കോഹെസീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സാധനമാണ്, കോൺട്രാസ്റ്റ് പോലെ തന്നെ ഒരു സാധനമാണ് കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. കോൺട്രഡിക്റ്റ് എന്ന് വെച്ചാൽ വൈരുദ്ധ്യമാണ്. എ എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ നടന്നത് ബി ആണ്. വിരുദ്ധമായിട്ട് സംഭവിക്കുന്നതിനാണ് നമ്മൾ കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓൺ ദ കോൺട്രറി യൂസ് ചെയ്യാം, ഈവൻ സോ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയോ, ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് മൂവി ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഓൺ ദ കോൺട്രറി, അതിന് വിരുദ്ധമായിട്ട് സംഭവിച്ചത് എന്താ? ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. ആ പടം അത്യാവശ്യം എന്റർടൈനിങ് ആയിരുന്നു. അത് വിരുദ്ധമായി എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തത്? ഓൺ ദ കോൺട്രറി യൂസ് ചെയ്തതുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആഡിങ്. ഒരു കാര്യം, എ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാനാണ്, ഇങ്ങനെ ആഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോർ ഓവർ എന്ന് യൂസ് ചെയ്യാം, ആൻഡ് യൂസ് ചെയ്യാം, ഇൻ അഡീഷൻ ടു യൂസ് ചെയ്യാം, ഓൾസോ യൂസ് ചെയ്യാം, ടു യൂസ് ചെയ്യാം. നോക്കിക്കോ, ദ വെദർ വാസ് സണ്ണി, ദ വെദർ വാസ് സണ്ണി. മോർ ഓവർ, ഇവിടെ നമ്മളില്ലേ വെദർ നല്ല വെയിലുള്ള ഒരു വെദർ ആണെന്ന് പറയുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? മോർ ഓവർ യൂസ് ചെയ്തത്. അപ്പൊ അഡീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ, ഓൾസോ, ടു എന്നുള്ള കോഹെസീവ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ ഒരു സാധനം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് സിമിലർലി യൂസ് ചെയ്യാം, ലൈക്ക് യൂസ് ചെയ്യാം, ലൈക്ക് വൈസ് യൂസ് ചെയ്യാം. എക്സാമ്പിളോടെ തന്നെ നമുക്ക് ഷീ എൻജോയ്സ് റീഡിങ്, നമുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. സിമിലർലി, അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയണം, അതുപോലെ തന്നെ. ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ, അവളുടെ ബ്രദറിന് വായിക്കാനും, അവളുടെ ബ്രദറിനും വായിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് പറയാനാണ് നമ്മൾ സിമിലർലി, ലൈക്ക് വൈസ് എന്നുള്ള കോഹെസീവ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ ഇതേ കാറ്റഗറിയിൽ ചിലപ്പോൾ വാക്കുകൾ ഇനിയും വന്നേക്കാം. അത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 7ാമത്തെ ഒരു ചോദ്യം, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 7ാമത്തെ ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, പേടിക്കേണ്ട, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇൻ സ്പൈറ്റ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ബട്ട്, കോൺട്രറി ടു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിന്റ് റീച്ച്ഡ് ഹോം. അവിടെ ഒന്നും ഫിൽ ചെയ്യാനില്ല. ഡാഷ് വാട്ട് ഹി സോ വാസ് ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ. ഹി സോ റബ്ബർ പ്ലാന്റേഷൻ ഡാഷ് റൈസ് കൾട്ടിവേഷൻ. നമ്മുടെ റൈസ് എന്ന് പറഞ്ഞ ചെമ്മനം ചാക്കോയുടെ കവിതയാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിന്റ് റീച്ച്ഡ് ഹോം. അയാളോട് ടി. ഇവിടെ കോൺട്രാസ്റ്റ് ആണ് കാണിക്കേണ്ടത്. ഡാഷ് വാട്ട് ഹി സോ വാസ്. ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് കാണിക്കാൻ നമുക്ക് ബട്ട് മാത്രമേ കാണിക്കാൻ ഉള്ളൂ. ബട്ട് വാട്ട് ഹി സോ വാസ് ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ. വിരുദ്ധമായിരുന്നു അയാൾ. എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ അയാളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിരുന്നു എന്നുള്ള വൈരുദ്ധ്യം കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൺട്രറി, അല്ലെ? കോൺട്രറി ടു. ഇത് ഇവിടെ തന്നെ ഉണ്ട് സാധനം. ഓൺ ദ കോൺട്രറി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഹി സോ റബ്ബർ പ്ലാന്റേഷൻ. ഇവിടെ കണ്ടോ, ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ട, ഇൻ പ്ലേസ് ഓഫ് ആണ്. ഒന്നിന്റെ സ്ഥാനത്ത്, ഇൻ പ്ലേസ് ഓഫ്. ഈ ഇൻ പ്ലേസ് ഓഫ് നമ്മൾ നോക്കിയിട്ടില്ല. ഇത് ഒന്നിന്റെ സ്ഥാനത്ത് എന്നാണ് നമുക്ക് കാണുക. അത് നമ്മുടെ ലോജിക്കലി നമുക്ക് ആലോചിച്ച മനസ്സിലാകുന്നതാണ്. റൈസ് പ്ലാന്റേഷന്റെ സ്ഥാനത്ത് റബ്ബർ പ്ലാന്റേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കോഹെസീവ് ഡിവൈസുകളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് വെച്ചാലല്ലേ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെ ഒരു കാര്യം നടക്കും. അത് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് പറയാം. നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല. നീ നല്ലപോലെ നടന്ന നിനക്ക് നല്ലൊരു ജോലിയും കൂലിയൊക്കെ ആവും, അല്ലെങ്കിൽ നീ തേരാപ്പാരയായി പോകും. അങ്ങനെ നമ്മളൊരു ഇഫ് വെച്ചിട്ട്, ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയുന്നതാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതിൽ 2 പാർട്ട് ഉണ്ട്. ഈ സെന്റൻസിൽ നമുക്ക് 2 പാർട്ട് കാണാൻ വേണ്ടി പറ്റും. ഇഫ് ക്ലോസിന്റെ ഒരു പാർട്ട് ഉണ്ടാവും, മെയിൻ ക്ലോസിന്റെ ഒരു പാർട്ട് ഉണ്ടാവും. പറഞ്ഞുതരാം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണിപ്പോൾ ആ ഒരു കണ്ടീഷണൽ ക്ലോസ് എന്നുണ്ടെങ്കിൽ, ഈ കോമ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ കോമക്ക് തൊട്ട് പുറകിലുള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ കളർ എടുക്കാം. ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്തിനെയാണ്, ഈ കോമക്ക് തൊട്ട് മുന്നിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി കോമക്ക് ശേഷം വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് തെറ്റാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം 3 ഓപ്ഷൻസേ ഉള്ളൂ. ആ 3 ഓപ്ഷൻസ് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, 3 ഓപ്ഷൻസ് നോക്കിക്കോ. നമുക്കില്ലേ ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗമാണല്ലോ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വേർബ് എന്ന് പറയുന്നത് അത് V1-ലാണെങ്കിൽ
എന്താണ് സംഭവിക്കുക, അത് മെയിൻ ക്ലോസിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇഫ് ക്ലോസിൽ, ഇത്രയും ഭാഗമാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വെർബ് V2-ലാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഫ് ക്ലോസിൽ കിട്ടിയത് ഹാഡ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മെയിൻ ക്ലോസിൽ വരുന്ന മാറ്റം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് V1 വരുന്ന സമയത്ത് നമ്മുടെ ഇഫ് ക്ലോസിൽ ഈ കോമക്ക് തൊട്ട് പുറകിലുള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് V1 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഒന്നുകിൽ വിൽ ആയിരിക്കണം, ക്യാൻ ആയിരിക്കണം, ഷോൾ ആയിരിക്കണം, മേ ആയിരിക്കണം. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രമല്ല ഇനി മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അത് V1-ൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ് എന്നുള്ള, നിങ്ങൾക്ക് ഒരു കോഫി ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അത് വേറൊരു സെന്റൻസിലേക്ക് മാറ്റി എഴുതാം. ഇഫ് യു വർക്ക് ഹാർഡ്, ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താ V1 ആണല്ലേ. അപ്പൊ നമ്മളിവിടെ അടുത്ത മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് ഈ 4 ഒന്നായിരിക്കണം. നീ നല്ലപോലെ പണിയെടുത്താൽ നിനക്കൊരു പ്രൊമോഷൻ കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ യു മേ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കിട്ടും എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് ആണ്. നമ്മൾ വെർബ് V1-ൽ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഗെറ്റ് എ പ്രൊമോഷൻ എന്ന് നമുക്ക് പറയാം. നോക്കിക്കോ. ഇനി V2 വന്നു കഴിഞ്ഞാൽ എന്താ? ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പാസ്റ്റിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നീ പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നേരത്തെ സെയിം സാധനം തന്നെയാണ്, നീ പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടുമായിരുന്നേനാണ് നമുക്ക് പറയാനുള്ളത്. യു നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് മേ ആണ്, ഇവിടെ അത് എന്തായിട്ട് മാറും? മൈറ്റ് ആയിട്ട് മാറും. മൈറ്റ്. ഇവിടെ നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മൾ വെർബിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നമ്മുടെ മെയിൻ ക്ലോസിലുള്ള വെർബിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ യു മൈറ്റ് ഗെറ്റ് എ പ്രൊമോഷൻ എന്നുള്ളതായിട്ട് മാറും. യു മൈറ്റ് ഗെറ്റ് എ പ്രൊമോഷൻ എന്നുള്ളതായിട്ട് മാറും. ഇനി V3, ഹാഡ് പ്ലസ് V3 വന്നാൽ എന്ത് ചെയ്യും? ഇഫ് ക്ലോസിൽ നമുക്ക് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ് മാറ്റം വരുന്നത്? ഇവിടെ കണ്ടോ, ഇഫ് യു ഹാഡ് ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. നീ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നേനെ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ ഹാഡ് ആസ്ക്ഡ് എന്നുള്ളത് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വരേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ളതാണ്. മാത്രമല്ല മെയിൻ ക്ലോസിലെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അതിന്റെ V3 ഫോമിലായിരിക്കണം. എക്സാമ്പിൾ നോക്കിയോ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഇവിടെ ഹാഡ് പ്ലസ് V3 അല്ലേ വന്നിരിക്കുന്നത്, ഹാഡ് പ്ലസ് V3 അല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വരേണ്ട ഓക്സിലറി വെർബ് എന്താണ്? ഇവിടെ നമ്മൾ മൈറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ മൈറ്റ് ഹാവ് എന്ന് വരണ്ടേ? ഓക്കെ, ഇവിടെ മൈറ്റ് ഹാവ് എന്ന് വരണം. യു മൈറ്റ് ഹാവ്. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? V3-ലായിരിക്കണം. യു മൈറ്റ് ഹാവ് ഗോട്ട് എ പ്രൊമോഷൻ എന്നുള്ളതായിട്ട് മാറും. സോ ഈ 3 ടൈപ്പേ നമ്മളോട് ചോദിക്കുള്ളൂ. അതുകൊണ്ട് പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. The drug abusers must be warned of the ill effects of intoxicants. Give them 2 pieces of advice. Begin with, you had better, if I were you, you could. 3 സജഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാനാണ്. ഇങ്ങനെയാണ് സാധാരണ ചോദ്യം വരാറുള്ളത്. അഡ്വൈസോ സജഷൻസോ കൊടുക്കാനാണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. ഈ യു ഹാഡ് ബെറ്റർ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇഫ് ഐ വർ യു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇഫ് ക്ലോസിന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇഫ് ഐ വർ യു, ഇത് നമ്മുടെ എത്രാമത്തെ ടൈപ്പാ? വേർ എന്ന് പറയുന്നത് V2-ലാണുള്ളത്. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതേണ്ടത്? സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, അതിന്റെ കൂടെയുള്ള വെർബ് എന്ന് പറയുന്നത് V1-ലോ ആയിരിക്കണം. ഇതില് മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട. അപ്പൊ ഇഫ് ഐ വർ യു എന്ന് പറഞ്ഞിട്ട് കോമ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇഫ് ക്ലോസിന്റെ പാർട്ട് കഴിഞ്ഞ് നമ്മൾ മെയിൻ ക്ലോസ് ആണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐ വുഡ് ഹാവ് കംപ്ലീറ്റ്ലി, ഞാനത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇവിടെ V2-ലായതുകൊണ്ട് നമ്മൾ ഓക്സിലറി വെർബ് വുഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഐ വുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ബാഡ് ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് ഞാൻ പറയുന്നത്. ഐ വുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് എന്താ? V1-ലല്ലേ? ഓക്കെ, അപ്പൊ ആ റൂള് നമ്മൾ ഫോളോ ചെയ്തത്. അവോയ്ഡ് ബാഡ് ഫ്രണ്ട്ഷിപ്സ്.
ഇനി നമുക്ക് വേറെ തന്നിരിക്കുന്നത് യു ഹാഡ് ബെറ്റർ ആണ്. യു ഹാഡ് ബെറ്റർ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. യു ഹാഡ് ബെറ്റർ വെച്ചിട്ട് നമ്മളൊരു സജഷനോ അഡ്വൈസോ കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ രണ്ട് റൂളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞ പാടെ ഒരു വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ആ വെർബ് എന്ന് പറയുന്നത് V1-ലായിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ടു യൂസ് ചെയ്ത്, യു ഹാഡ് ബെറ്റർ ടു ഒരിക്കലും യൂസ് ചെയ്ത് കേട്ടോ, ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ എന്താ സജഷൻ കൊടുക്കണം നമ്മൾ? യു ഹാഡ് ബെറ്റർ കംപ്ലീറ്റ്ലി അവോയ്ഡ് യൂസിങ് ഇൻടോക്സിക്കൻസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യും. ഇവിടെ പഠിക്കാനല്ലേ, നമുക്ക് അത്ര മതി, അത്രയും കാവ്യാത്മകമായി ഒന്ന് ചിന്തിക്കണം. യു ഹാഡ് ബെറ്റർ അവോയ്ഡ് all intoxicant, avoid using എന്ന് കൊടുക്കാം. അവോയ്ഡ് യൂസിങ് ഇൻടോക്സിക്കൻസ് എന്ന് മതി. ഓക്കെ, ഇവിടെ അവോയ്ഡ് എന്താ? വെർബ് അല്ലേ? ആ വെർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലല്ലേ? സെറ്റ് അല്ലേ? ഇഫ് ഐ വർ യു. ഇനി യു കുഡ് വെച്ചിട്ട് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? യു കുഡ് വെച്ച്, ഈ കുഡ് വെച്ചിട്ട് അതിന്റെ ഗ്രാമർ റൂൾ ഇത്രയേ ഉള്ളൂ. കുഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് എപ്പോഴും V1-ലായിരിക്കണം, വെർബിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. യു കുഡ് സ്റ്റാർട്ട് ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് എന്നല്ലോ നമുക്ക് കൊടുക്കാം. യു കുഡ് ഡെവലപ്പ് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ്, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇൻടോക്സിക്കൻസ് യൂസ് ചെയ്യേണ്ട സമയം വല്ല പണിക്കും പോടാ എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതാണ് എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്പ് എന്ന് പറയുന്നത് എന്താ? V1-ലല്ലേ? അതാണ് അവിടുത്തെ ഗ്രാമർ റൂൾ. കുഡോ വുഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V1-ലായിരിക്കണം. യു ഹാഡ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് റൂളുള്ളൂ. യു ഹാഡ് ബെറ്റർ കഴിഞ്ഞ പാടെ വെർബാണ് വരേണ്ടത്, വെർബ് ഫസ്റ്റ് ഫോമിലായിരിക്കണം. ഈ ഐ വർ യു, ഇഫ് ക്ലോസിന്റെ റൂൾ നമ്മൾ വിശദമായിട്ട് 3 ടൈപ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ കോയിസി ഡിവൈസും പഠിച്ചു. സോ അടിപൊളിയാവട്ടെ പ്രിപ്പറേഷൻസ് ഒക്കെ. താങ്ക് യു.